അങ്ങനെ നമ്മൾ പുതിയ ഹോട്ടലിലോട്ട് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാണ്. നമ്മുടെ ഈ ഹോട്ടലിലാണ് ഇപ്പോൾ നിൽക്കാൻ പോകുന്നത്. ഒരു ദിവസം മാത്രമാണ് സീസൺസിൽ ബാങ്കോക്ക്. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മുടെ തായ്ലാൻഡിലെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. പോകുന്നതിനെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ വേറെ വഴിയില്ലല്ലോ. അപ്പം നമുക്കിതിപ്പം ഇവിടെ ലാസ്റ്റ് നമ്മൾ ബാങ്കോക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതൊക്കെ. നമുക്കൊരു അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് സൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചായ എടുത്തിട്ടില്ല. നമ്മൾ സാധാരണ കഴിച്ച ബുഫേയിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു നൂഡിൽസാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിച്ചു നോക്കണം. നമ്മൾ ഇന്നിപ്പം 2 ടെമ്പിൾസാണ് വിസിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് 9 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. 8:30 നമുക്ക് കഴിക്കട്ടെ. അപ്പം നമ്മളെല്ലാവരും റെഡിയായി. നമ്മളിപ്പോൾ ഗോൾഡൻ ബുദ്ധ, മാർബിൾ ബുദ്ധയിലേക്കൊക്കെ പോവാണ്. നമ്മൾ ഇന്നലെ വരെ ഉണ്ടായ ബസ്സല്ല, ബസ്സൊക്കെ സെയിം തന്നെ, പക്ഷേ ലൈക്ക് ബസ്സിൻ്റെ ടെക്സ്ചറൊക്കെ സെയിം തന്നെ. നമ്മൾ ഇന്നലത്തെ ബസ് ഡ്രൈവർ പോയി, നമ്മൾ വേറെ ബസ്സാണ്, പക്ഷേ ഈ വിൻഡോ കാര്യങ്ങളൊക്കെ റെഡി തന്നെയാണ്. അപ്പം അങ്ങോട്ട് കാണുള്ള യാത്രയാണ്. ഭയങ്കര ചൂടുണ്ട് പുറത്ത്. സോ അച്ഛനെ വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും ഏകദേശമൊക്കെ റെഡിയായി. ആൻഡ് അത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് മറ്റേ ഷോപ്പിങ്ങിന് പോകും ഇന്ദ്രാനഗറിൽ. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എയർപോർട്ടിലേക്ക് പോകും. അപ്പോഴത്തേക്ക് ഒരു 4 മണിക്ക് നമ്മളെ ഫ്ലൈറ്റ് വരുന്ന 11 മണിക്കാണ്. അപ്പം തായ്ലാൻഡിനോട് വിടാം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് തായ്ലാൻഡ്. In Guinness books also. Biggest golden Buddha in the world. Biggest golden Buddha. The name of Buddha given by King Rama IX. Previous one. ഗോൾഡൻ ബുദ്ധേൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട്. ആൾക്കാർ നമ്മളെ ഫോട്ടോ എടുത്തിരുന്നൊക്കെ പറയുന്നുണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. സവാട്ടിക്ക. നമ്മളെ ഫോട്ടോ ഒക്കെ വന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാശ് ഇപ്പോൾ പുറകെ വരും. അതിൻ്റെ പ്രിൻ്റുമായിട്ട് നമ്മളെ പുറകെ അങ്ങനെ നടക്കും. ഒരു ഫോട്ടോ 100, 200 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഗോൾഡ് ബുദ്ധ ആണ് ഈ കാണുന്നതാണ്. ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റാളുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ക്യാമറ അലോഡല്ല. ഇവിടെ ടിക്കറ്റ് നമ്മളിത് അതിലൂടെയാണ് പോകണത് എല്ലാവരും. അപ്പം നമ്മുടെ വാഷ്റൂമിൽ പോകേണ്ടവരൊക്കെ പോവാം. എൻ്റെ മുകളിൽ കാര്യമായിട്ട് ഒരാളിരുന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. സ്റ്റെപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ടെമ്പിളിലോട്ട് പോണത്. ഇങ്ങനെ നമ്മളിതിൻ്റെ സ്റ്റെയർ കയറി. ഫസ്റ്റ് സ്റ്റെയർ കയറി. നല്ല വെയിലാട്ടോ, വിചാരിക്കണ പോലെയല്ല. അമ്മേ ഭയങ്കര വെയിൽ. അപ്പോൾ ഈ ഒരു മോണസ്ട്രി, ഒരു അമ്പലം ഉണ്ട്. അമ്മേ നമുക്ക് ക്ഷീണമായി. അവിടെ എന്തോ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണത്. അയ്യോ, ഇവിടെ മറ്റേ കൊടികളൊക്കെ ഉണ്ട്, മഞ്ഞക്കൊടിയൊക്കെ ഉണ്ട്. ഇനി എത്ര കയറണം എന്നുള്ളത് അറിയില്ല. മേലോട്ട് ഇങ്ങനെ ഓരോ ഫ്ലോർ ബൈ ഫ്ലോർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, 32 ഡിഗ്രിയൊക്കെ ഉണ്ട്. സോ നമുക്ക് കയറാൻ ഭയങ്കര ക്ഷീണമായി. സൺഗ്ലാസ് തൊപ്പിയൊക്കെ മസ്റ്റാണ്. ഞാൻ തൊപ്പി പിന്നെ എടുത്തില്ല. തൊപ്പി എടുത്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഈ വേർപ്പ് വരും. കുടിവെള്ളമൊക്കെ ഉണ്ട് അല്ലേ? വെള്ളമല്ലേ ചെരുപ്പ. ഇതിലുള്ള സെറ്റപ്പാണ് കേട്ടോ അത്. ഇത് ബുദ്ധൻ്റെതും ഇതെടുക്കാൻ പാടില്ല പോലെ കേട്ടോ. മൊബൈൽ വീഡിയോ എടുക്കാൻ പാടില്ല. പിന്നെ വീഡിയോ എടുത്താൽ ഇപ്പം എന്താ ബുദ്ധനം കണീറ്റ് വരും. അറിയത്തില്ലല്ലോ. പിന്നെ അല്ല വീഡിയോ. This is the Buddha temple inside.
ഫസ്റ്റ് ടൈമാണ് വൈകുന്നേരം അവിടെ എത്തുമ്പോൾ. മാർബിൾ ടെമ്പിൾ. മാർബിൾ ബുദ്ധ. നമ്മൾ മാർബിൾ ബുദ്ധയുടെ ഉള്ളിൽ കയറി. ഇതാണ് ഉള്ളിലുള്ളൊരു സെറ്റപ്പ്. പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ ചെരുപ്പൊന്നും ഇടാൻ വഴിയില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചിടാം. ഇതാണ് നമ്മുടെ ബുദ്ധൻ. ഓക്കെ, ഇവിടെ ബുദ്ധിസ്റ്റുകളാണ് ഈ നാട്ടിൽ 90% ആൾക്കാർ. പിന്നെ കുറച്ച് ഹിന്ദുസ്, കുറച്ച് ക്രിസ്ത്യൻസ്, കുറച്ച് മുസ്ലിംസ്, അങ്ങനെയാണ്. അപ്പം ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലത്തിനുള്ളതിലൊക്കെ നോൺ വെജൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. നോൺ വെജ് കഴിക്കാം. പിന്നെ അങ്ങനെയൊക്കെ കാറ്റുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത്. നോൺ വെജ് കഴിക്കുന്നത് നമ്പൂരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ ഇവിടെ കുറേ ജനലുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതിൻ്റെ ഇതൊക്കെ കാണാം. ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എടുക്കാം. ഇതുവരെ എടുത്തിട്ടില്ല. സോ ഇതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല നല്ല വലിയ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടേ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നുള്ളത്. അത് എൻ്റെ കുറ്റമാണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഇങ്ങനത്തെ ചെറിയ അമ്പലമൊക്കെ കാണുമ്പോൾ എന്തോ നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുടെ നാടാണോ നമ്മുടെ നാട്. അപ്പോൾ ഇത് കാണുമ്പം ഇറ്റ്സ് ലൈക്ക് നോട്ട് വേർത്ത്. പുറത്തേക്ക് ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ഓരോ ഡോഴ്സാണ്. അതിങ്ങനെ വന്നിട്ട് ലൈറ്റൊക്കെ ഉണ്ട് മേലെ. അടുക്കൽ ഇങ്ങനെ ഒരു ബുദ്ധനിരിക്കുന്നു. ചം 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 ചം. അപ്പോൾ ബുദ്ധയുടെ ഉൾവശമാണ് കേട്ടോ. ഉൾവശം മീൻസ് നമ്മൾ പുറത്തുനിന്ന് കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഇതാണ്. ഇവിടെ കുറേ 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 ഇതുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ അമ്പലമുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയൊരു ഇതൊക്കെയാണ് നമ്മുടെ മാർബിൾ ബുദ്ധ. നമ്മൾ ചെരുപ്പ് ഉള്ളോട് കയറ്റാൻ പാടില്ല, കാലിങ്ങനെ പൊള്ളും. സോ ഇവിടെ ചെറിയ വാട്ടർ ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ നല്ല കിളികളൊക്കെ ഇങ്ങനെ പറക്കുന്നു. നമ്മൾ തായ്ലാൻഡ് നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ സൺഗ്ലാസ്, സൺസ്ക്രീനും ഒക്കെ എടുത്തിട്ട് വരിക, അല്ലെങ്കിൽ പണി പാടും. ഒന്നാമത് ഞാൻ ബ്ലാക്കാണ് വേറെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഈ മാർബിൾ ബുദ്ധനെ നന്നായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തൊക്കെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ നോണൊക്കെ കഴിക്കും. പിന്നെ ഞങ്ങളൊന്ന് പോകുമ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കള്ള്, ചിക്കൻ, ബീഫ് അല്ല, ഫിഷ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം അതാ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ഭക്തിക്ക് വരികയാണ്. ഇവിടെ ബിസിനസ്സാണ്. ദിസ് ഇസ് എ ടെമ്പിൾ. ഇവിടെ ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചൊരു വൈബ്. എനിക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നു. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ഇന്ദ്രാനഗറിൽ ഷോപ്പിങ്ങിന് പോവാണ്. അതോട് കഴിഞ്ഞാൽ ബസ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. നമുക്ക് 8:30-ക്കാണ് ഫ്ലൈറ്റ്. രാത്രി 11:30-ക്ക് നമ്മുടെ നാട്ടിലെത്തും. നാട്ടിൽ പോകാൻ സത്യം പറഞ്ഞാൽ കൊതിയാണ്. നമുക്ക് നല്ല എനിക്കെന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. ഇതാണ് ഈ ടെമ്പിൾ. അപ്പോൾ ഇനി ഇന്ദ്രാനഗറിലെത്തട്ടെ. ഇന്ദ്രാനഗറിലെത്തിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം.